ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്നതാണ്. നിലവിലിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ഈ കംപ്ലയിൻറ്റ് കിട്ടുന്നത്. കസ്റ്റമർക്ക് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടോ, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് CDI എന്ന് പറയുന്ന യൂണിറ്റ് കംപ്ലയിൻ്റ് ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് വണ്ടി ഓടുന്നുണ്ട്. കഴിഞ്ഞപ്പോൾ രണ്ടാമത് നമ്മൾ വിളിച്ചപ്പോൾ വണ്ടി പോയി എടുത്ത് കിക്കറടിച്ച വണ്ടി സ്റ്റാർട്ടായിരുന്നു. സെൽഫാണ് നമുക്ക് വർക്കിംഗ് ആവാത്തത്. അതായത് ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവില്ല. അതാണ് അതിൻ്റെ മെയിനായിട്ടൊരു കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ അതിൻ്റെ മോട്ടറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കാർബൺ, അതായത് മോട്ടറിനകത്ത് വന്ന സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ വന്ന കാർബൺ തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും ഉരഞ്ഞ് അത് നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തേയ്മാനം വന്ന് പോകുന്നതാണ്. അത് ഉപയോഗിച്ച് അത് തീർന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാർബൺ എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും തിക്നെസ് ഉണ്ട് അതിനകത്ത്. അത് ഓരോ പ്രാവശ്യവും നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ഈ ആർമേച്ചർ യൂണിറ്റുമേ ഉരസിയാണ് പോണേ. അപ്പോൾ അതും പ്രകാരം അങ്ങനെ തേയ്മാനം വരും, ഇതിനും തേയ്മാനം വരും, ആർമേച്ചറിനും തേയ്മാനം വരും. അപ്പോൾ ഓൾറെഡി ഇത് രണ്ട് പോയിൻറ്റും തീർന്നേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ആർമേച്ചർ യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ ആ ബ്രഷ് വർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെറിയ ഒരു ചാല് പോലെ ആയിട്ടുണ്ട്, ശരിക്കും കുഴി പോലെ വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതുമ്പോൾ ഈ ബ്രഷ് കയറ്റി പിടിപ്പിച്ചാൽ പോലും അതിൻ്റെ ലൈഫ് കുറവായിരിക്കും, പെട്ടെന്ന് അത് തേഞ്ഞ് തീരും. അപ്പോൾ നമുക്ക് മോട്ടോർ അസംബിളിയെ പാടി ഇതേപോലെ ഫുൾ സെറ്റായിട്ട് നമുക്ക് മാറ്റി കളഞ്ഞാൽ പിന്നീട് അതുമേക്ക് പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് വരില്ല. അതിന് ഏകദേശം നമുക്കൊരു 2000-2100 അടുത്ത് കോസ്റ്റ് ഉണ്ട് സെൽഫ് മോട്ടോർ അസംബ്ലിക്ക്. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കാർബൺ യൂണിറ്റ് മാത്രം മാറ്റിയിട്ട് അതുമ്പോൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് റീസെറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആർമേച്ചർ യൂണിറ്റിന് തേയ്മാനം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു സൗണ്ട് വ്യത്യാസം, ഒരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും. അതിനോടുപരി ഈ ഇതുമ്പോൾ എത്ര ഒരു തേയ്മാനം വന്നൊരു ചാലുള്ളത് കൊണ്ട് തന്നെ ആ ഇടുന്ന കാർബൺ ബ്രഷിൻ്റെ മാക്സിമം ലൈഫ് ഉപയോഗിക്കണേക്കാളും പെട്ടെന്ന് തേയ്മാനം വന്നു പോകും. അങ്ങനെ 2 ഡ്രോബാക്ക് ഉണ്ട് നമ്മൾ കാർബൺ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്താലും മതി, പ്രശ്നമില്ല, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. സെൽഫ് മോട്ടോർ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല. ഇത് റിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും പ്രോബ്ലംസ് വന്നേക്കാം കേട്ടോ. അപ്പം നിലവിൽ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്ന കാരണം അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ആണ് ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള കാരണം. കാരണം വെച്ചാൽ ഫസ്റ്റ് നമുക്ക് പവർ ഫെയിൽ, അതായത് പ്ലഗിലേക്ക് കറണ്ട് വരാത്ത കംപ്ലയിൻ്റ് ആയിരുന്നു നമുക്ക് ഫസ്റ്റിലത്തെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചത്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന കാരണം സെയിമാണ്, അതായത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ കംപ്ലയിൻറ്റ്. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇപ്പോൾ ഫസ്റ്റ് CDI യൂണിറ്റാണ് പോയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽഫ് എടുക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ് മോട്ടറിൻ്റെ ആണ് കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഞാനത് നിലവിൽ സെൽഫ് മോട്ടറിൻ്റെ ബ്രഷ് മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. മോട്ടർ അസംബ്ലി പാടി മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം, അതനുസരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ റേറ്റും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എന്തായാലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.